ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം ഈ വീഡിയോ നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. ഈ വിഷയത്തിൽ ഒരു വീഡിയോ ഇനി ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഭീതി ഉള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. ഭീതിപ്പെടുത്താനൊന്നുമല്ല, പക്ഷെ ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. വയനാട്ടിൽ ഈ നിമിഷം ഇന്നിപ്പോ ഭയങ്കര മഴയാണ്. കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് TV റിപ്പോർട്ടുകൾ വരുന്നത്. കൂടാതെ തുംഗഭദ്ര അണക്കെട്ട് നിങ്ങൾ അറിഞ്ഞു കാണും. കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറിന്റെ ചങ്ങല പൊട്ടിപ്പോയിട്ട് ആ ഡാം മുഴുവനെ തുറന്നു വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് സുർക്കിയിൽ നിർമ്മിതമായിരിക്കുന്ന തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറിലെ ഒരു ചങ്ങല പൊട്ടിപ്പോയിട്ട് അത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ മുഴുവനെ വെള്ളം തുറന്നു വിടുകയും 60 TMC വെള്ളമാണ് പുറത്തേക്ക് കടത്തി വിടുന്നത്. അതായത് 60 TMC വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് 60,000 ദശലക്ഷം ഘനയടി വെള്ളമാണ് പുറത്തേക്ക് കടത്തി വിടുന്നത്. അത് നിങ്ങൾ ഊഹിക്കുന്നതിന് അപ്പുറത്താണ് ആ സാഹചര്യം. ശരിക്കും അവിടെ കുറെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ടും കൃഷിസ്ഥലങ്ങളായതുകൊണ്ടും ഒക്കെ ആയിരിക്കണം വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്. ഗവൺമെന്റ് തക്ക സമയത്ത് ഇടപെട്ടു എന്നുള്ളതുകൊണ്ടാണ് അവിടെ അപകടങ്ങൾ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തത്. ഇതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ദൈവം കൊണ്ട് കാണിക്കുന്നത് പോലെ ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളാണ്. ജോയിയെ കാണാതെ പോകുന്നത്, ഷിലൂരിലുള്ള മണ്ണിടിച്ചില്, വയനാട്ടിലുള്ള ഉരുൾപൊട്ടല്, ഇപ്പോൾ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ അതിന്റെ ചങ്ങല പൊട്ടിപ്പോയത്, ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു കാര്യം. കാരണം നടക്കാൻ പോകുന്നൊരു വലിയ ദുരന്തമാണ്. എന്തായാലും ഇത് നല്ലതാണോ ദോഷത്തിനാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം ഒരു തുടക്കമെന്നോണം കണക്കാക്കിയാൽ പോലും, കഴിഞ്ഞ വർഷം പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ ഉണ്ടായ ദുരന്തങ്ങൾ ഒരു തുടക്കമെന്നോളം കണക്കാക്കിയാൽ പോലും ഇതൊരു വലിയ ദുരന്തമായിരുന്നു വയനാടിനെ സംബന്ധിച്ച്. ആ ദുരന്തത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടി എത്തിച്ചേരുമ്പോൾ അതിനൊരു വഴിത്തിരിവാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അതൊരു തുടക്കമെന്നോണം നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കുറെ നിരപരാധികളായ ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞതുപോലെയാണ്, ചിലപ്പോൾ പ്രകൃതി സൂചനയായിട്ട് നൽകുന്നത് പോലെയാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നതെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. കാരണം ആസന്നമായിട്ടുള്ളൊരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം മൂടി പുതച്ച് കിടന്നുറങ്ങിയും റിലാക്സ് ആയിട്ട് നടന്നും ശരിക്കും പറഞ്ഞ സമയം കളയുന്നത് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ജീവിതശേഷിയെല്ലാം കളയുന്നതിന് തുല്യമാണ്. പക്ഷേ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റസൽ ജോയ് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിനെ പറ്റി ഒരുപാട് പേര് ഒപ്പിട്ട പെറ്റീഷൻ പ്രധാനമന്ത്രിയിലേക്ക് എത്താൻ പോകുന്നു. നമ്മുടെ സുരേഷ് ഗോപി സാർ അതിന് വേണ്ടിയിട്ട് ISROയുമായിട്ട് ചർച്ച നടത്തുകയും എന്തൊക്കെ നീക്കങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ പോകുന്നുണ്ട്. ഒരു സൈഡിൽ ഡാം വേണമെന്നുള്ള വലിയ ആവശ്യമായിട്ട് ജനങ്ങൾ നടക്കുമ്പോൾ, ഗവൺമെന്റ് പോകുമ്പോൾ, മറു സൈഡിൽ ടണൽ മതി എന്നുള്ളൊരു നിർദ്ദേശവുമായിട്ട് പ്രഗത്ഭരായിട്ടും വിദഗ്ധരായിട്ടുമുള്ള ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. കാരണം തമിഴ്നാടിനും കേരളത്തിനും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിനും അധിക ജലവും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പേര് ദ്രുതഗതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെയും പരിശ്രമത്തിന് ദൈവം ഒരുപാട് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ശരിക്കും പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെയൊക്കെ ജീവന്റെ വിലയാണ് അവരിൽ ഇരിക്കുന്നത്. ഓരോ വലിയ ആൾക്കാരുടെയും വാക്കുകൾക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുംഗഭദ്ര അണക്കെട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പമ്പാസാഗർ അണക്കെട്ട് എന്ന് പറയപ്പെടുന്നതും ഈ ഡാം തന്നെയാണ്. ഇതിന് ഏകദേശം 33 ഗേറ്റുകളുണ്ട്. 33 ഗേറ്റുകളിൽ 19ാമത്തെ ഗേറ്റാണ് ഈ ചങ്ങല പൊട്ടിയിട്ട് താഴേക്ക് വീണതും അതിനെ തുടർന്നാണ് ഈ വെള്ളം മുഴുവൻ തുടർന്ന് വിടേണ്ട അവസ്ഥ വന്നത്. കാരണം ആ ഒരു ഗേറ്റിൽ കൂടെ മാത്രം വെള്ളം കടന്നു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രഷർ കൂടുകയും ബാക്കിയുള്ള ഡാമിനെ തള്ളിയിടാൻ കാരണമാവുകയും ചെയ്യും. ഈ ഡാം ഒരു സുർക്കി മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സുർക്കി ഡാം നിൽക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാറിന്റെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ സുർക്കി ഡാം ഇവിടുത്തെ മുല്ലപ്പെരിയാർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. പക്ഷേ ഇതിന് 75 വർഷം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 75 വർഷം പ്രായമാകുമ്പോൾ തന്നെ അതിനങ്ങനെ ഒരു അപകടം കാണിക്കുന്നു. ആദ്യത്തെ അപകടമാണ് അവിടെ ഉണ്ടാവുന്നത്. എങ്കിൽ പോലും നമ്മളൊരു ഭീതി ജനിപ്പിക്കുന്ന കാര്യം സുർക്കി മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയ ഒരു അണക്കെട്ടാണെന്നുള്ളതാണ്. കർണാടകയിലെ ഹൊസപ്പേട്ട കൊപ്പൽ എന്നുള്ള സംഗമ സ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു അണക്കെട്ടാണ് ഈ തുംഗഭദ്ര അണക്കെട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഒരു വലിയ അണക്കെട്ടാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നിർമ്മിതിയിൽ ഒരു വലിയ നീളത്തിലുള്ള അണക്കെട്ടാണ്. ഈ ഡാമിന് അതിന്റെ ബേസ്മെന്റിന്റെ നിരപ്പിൽ നിന്ന് 162 അടി ഉയരമുണ്ട്. 8000-ഓളം അടി നീളമുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വലിയൊരു പദ്ധതിയാണ് സംഭവം ഒരു ഡാം എന്ന് പറയുന്നത്. ഇതിന് ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും കൂടെ ചേർന്നിട്ട് 1949 ഈ ഡാമിന്റെ പണി തുടങ്ങുന്നത്. 1953 ഇതിന്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു, വാട്ടർ ഫില്ലിംഗ് ഒക്കെ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ അതിന് പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. സുർക്കിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്, അതിനൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്.
രാജ്യത്തെ രണ്ടാമത്തെ സുർക്കി മിശ്രിതമായിട്ടുള്ള അണക്കെട്ടാണ് ഈ ഒരു തുംഗഭദ്ര അണക്കെട്ട് എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാറും തുംഗഭദ്ര അണക്കെട്ടും ശരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മൾ ഈ സുർക്കി എന്ന് കേട്ടുള്ളതല്ല, സുർക്കി എന്നുള്ള മിശ്രിതം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായില്ല. ആക്ച്വലി അതൊത്തിരി ചെലവ് കുറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് സിമെന്റിനേക്കാട്ടിൽ. അതായത് ഈ ഡാം ഒന്നും പണിഞ്ഞേക്കുന്ന സിമെന്റ് ഉപയോഗിച്ചില്ല, ഈ സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സുർക്കി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചെളി, ചുണ്ണാമ്പ് കല്ല്, കരിമ്പിന്റെ നീര്, നമ്മുടെ ശർക്കര, പിന്നെ കൂടാതെ മുട്ടയുടെ വെള്ളം, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ഈ സുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഡാം എല്ലാം നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിലും പറയുന്നത് ഇങ്ങനത്തെ സിമെന്റ് ഇല്ലാത്ത ഡാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ സുർക്കി മിശ്രിതത്തിന് ശേഷം 2000 സ്ട്രെങ്തനിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2000 സംതിങ്ങിൽ ആ ഒരു സ്ട്രെങ്തനിങ് വർക്ക് ചെയ്ത തമിഴ്നാട് തീർച്ചയായിട്ടും അതിനകത്ത് കേബിളുകൾ ഇറക്കിയിട്ടുണ്ട്, ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മണ്ടക്കത്തെ ഭാഗത്ത് മുഴുവൻ അത് സിമെന്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിരമിഡിന്റെ പോലത്തെ ഷേപ്പ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. താഴോട്ട് ബേസ്മെന്റിൽ ഒരുപാട് കല്ലുകൾ നിരത്തി വെച്ചും അതിന്റെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് കല്ലുകൾ കുറച്ച് വെച്ചുമാണ് പണിഞ്ഞത്. അതായത് ഗ്രാവിറ്റി ഡാമാണ്. ഇതൊരു കുറെ കല്ലുകളാൽ ഇതിനെ വെള്ളത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ഫൗണ്ടേഷനൊക്കെ കിട്ടുന്ന പോലെ, ഫൗണ്ടേഷനൊക്കെ കുത്തനെ നേരെ കിട്ടുന്ന പോലെ ശരിക്കും മുല്ലപ്പെരിയാർ ഡാമിന്റെ അകത്തോട്ടും നമ്മൾ പുറത്തോട്ടുള്ള ഫോട്ടോസ് മാത്രമാണ് കാണുന്നത്. അതിനകത്തൊരു സൈഡ് ഉണ്ട്. അതായത് അകത്തോട്ടും ഇങ്ങനെ ഒരു കൂമ്പാരം പോലത്തെ ഷേപ്പിലാണ് മുല്ലപ്പെരിയാർ ഡാം കെട്ടിയിരിക്കുന്നതെന്നും അതുവഴി അതിനൊത്തിരി ബലവത്തായിട്ടുള്ള ഒരു രീതിയിലേക്ക്, സ്ട്രക്ചറിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. എങ്കിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പാകത്തിന് അത്രയും കേപ്പബിലിറ്റി അതിനുണ്ടെന്നുള്ളതിൻ്റെ അകത്ത് ആരുമൊന്നും പറയുന്നില്ല. അവരെല്ലാവരും ഇപ്പോഴും പറയുന്നത് ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഭൂമി കുലുക്കമോ അങ്ങനെ മണ്ണിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനകത്ത് അവർ രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ ഈ പാറയ്ക്കകത്തേക്ക് അവർ ഗ്രില്ല് ചെയ്തിട്ട് കേബിൾ വഴി താഴേക്ക് ഉരുക്ക് കേബിളുകൾ താഴത്തെ പാറകളുമായിട്ട് ബന്ധിപ്പിച്ച് മുകളിലേക്ക് വലിച്ച് അതിന് മുകളിൽ വെയിറ്റ് വെച്ച് താഴേക്ക് വലിച്ച് കെട്ടിയിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും വരില്ല എന്നാണ് പറഞ്ഞത്. തമിഴ്നാട് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കറക്റ്റാണ്. എങ്കിൽ പോലും എല്ലാവർക്കും നമുക്കൊരു ഭയമുണ്ടെന്നുള്ളതാണ് അതിനകത്ത് സത്യം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സീസണായിട്ട് ഞാൻ കണക്കാക്കാം. ജപ്പാനിലെ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്, വയനാട്ടിലെ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ മെക്സിക്കോ ഈ യക്കാറ്റ പിരമിഡുകൾ എന്ന് പറഞ്ഞ കുറച്ച് പിരമിഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തകർന്നിരിക്കുകയാണ്. വലിയ കനത്ത മഴയിൽ അത് തകർന്നിരിക്കുകയാണ്. കാരണം ഈ പിരമിഡുകൾ അങ്ങനെ തകരില്ല എന്നുള്ള രീതിയിലൊക്കെ കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ പിരമിഡുകൾ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു വലിയ ദുരന്തം വരാൻ പോകുന്നു ഭൂമിക്ക് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഞാൻ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നോസ്ട്രഡാമസ് പ്രവചിച്ച കാര്യങ്ങൾ, ബബാവാങ്ക പ്രവചിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്തുക. ശരിക്കും നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ നമ്മൾ എത്രമാത്രം പങ്കാളികളാവുന്നു തിരക്ക്. നിങ്ങളുടെ ഒരു വലിയ ദിവസത്തിൽ 24 മണിക്കൂർ നിങ്ങൾ എത്ര മണിക്കൂർ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് അത്ര വലിയ ചിന്ത. ആ ഒരു വലിയ ദിവസത്തിൽ നിങ്ങൾക്കായിട്ട് ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് കണക്ക് കൂട്ടും. നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ടാവാം, നിങ്ങൾക്ക് അവിടെ വരെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാവാം, എല്ലാം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രതിഷേധത്തിൽ പ്രക്ഷോഭത്തിലൊക്കെ പങ്കാളികളാവണമെന്നാണ് എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ്. കാരണം വരും വരാഴികകൾ നമുക്കറിയില്ല. നാളെ ദുരന്തം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നമ്മുടെ ജനത നമ്മുടെ സ്വത്ത് തന്നെയാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ താഴെ ഇപ്പം ഇടുക്കി വരെ വെള്ളം വരുന്നുള്ളൂ എങ്കിൽ പോലും അത്രയും തന്നെ നമ്മൾ കരുതി വെക്കുക. എങ്കിൽ പോലും അത്രയും ഇടയിലുള്ള ജനങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ട ജനങ്ങളാണ്. കാരണം അവരുടെയും ആ ഒരു ടാക്സ് കൊണ്ടാണ് നമ്മുടെ നാട്ടിലും റോഡും കാര്യങ്ങളും ഒക്കെ പണിയുന്നതും കാര്യങ്ങളല്ല. അവരെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജീവിതവും കരുപിടിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവനും ജീവിതത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രതിഷേധിക്കണം. നമുക്ക് അവരെ സപ്പോർട്ട് കൊടുക്കണം. നമ്മൾ അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അധികാരികൾ ഉണർത്ത് പ്രവർത്തിക്കത്തുള്ളൂ. കാരണം മുമ്പോട്ട് വേണം, കേരളം മുമ്പോട്ട് വേണം. കേരളം മുറിഞ്ഞ് രണ്ടായിട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നമുക്ക് വിടാൻ പറ്റത്തില്ല. കാരണം നമ്മുടെയൊക്കെ ജീവന് വിലയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനും അതിൻ്റെ പൈതൃകങ്ങൾക്കും വിലയുണ്ട്. ഒരുപാട് അമ്പലങ്ങൾ, ഒരുപാട് പള്ളികൾ, ഒരുപാട് മുസ്ലിം പള്ളികൾ, അതെല്ലാം പൗരാണികത നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വിലകളുണ്ട്. ആൽത്തറകൾ, നടുമുറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, വീടുമുറ്റങ്ങൾ, ഒരുപാട് പഴയ വീടുകളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇറങ്ങി നടന്നാൽ പോലും നമുക്കൊരു
സന്തോഷങ്ങൾ തരുന്ന ഒരുപാട് ഇടങ്ങൾ കാണില്ലേ, ഒന്നും അവശേഷിപ്പിക്കാതെ കുറെ ചെളിമണ്ണ് മാത്രമായിട്ട് മാറുന്നത് സങ്കല്പിച്ചു നോക്കൂ. എത്രമാത്രം ദുരന്തമായിരിക്കും, എത്രമാത്രം വലിയൊരു വിഷമമായിരിക്കും അവിടെ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പങ്കാളികളാവണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പം പാർലമെന്റിലും ഡീൻ കുര്യാക്കോസ് MP ഒക്കെയും വളരെ വലിയ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മന്ത്രിമാർ റോഷി അഗസ്റ്റിൻ സാറൊക്കെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഇതേപ്പറ്റി മുല്ലപ്പെരിയാറിനെ പറ്റി. നമുക്ക് വേണ്ടത് സേഫ്റ്റിയാണ്. നമ്മൾ ഇനിയിപ്പോൾ പുതിയൊരു ഡാം ഉണ്ടാക്കുന്നു എന്ന് തന്നെ നിങ്ങൾ കരുതുക. ആ പുതിയൊരു ഡാം ഉണ്ടായി വരാൻ നിങ്ങൾക്ക് എത്ര നാളെടുക്കും എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത. കാരണം എത്ര നാളെടുത്തായിരിക്കും ആ ഡാം പണിയാൻ പോകുന്നത് നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കുക. ശരിക്കും ആ ഒരു ഡാം എടുക്കണമെങ്കിൽ 8 വർഷമെങ്കിലും വേണ്ടി വരും എന്നാണ് നിലവിലെ കണക്ക് വെച്ച് പറയുന്നത്. അതിലൊന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. പുതിയ ഡാമിന് മുൻവശത്തായിട്ട് ഡാം പണിയുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഡെപ്തിൽ പണിയേണ്ടി വരും, വീതിയിൽ പണിയുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഡാമിനെ ഏത് നിമിഷവും പൊട്ടിക്കാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പുതിയ ഡാം അവിടെ വരാൻ പാകത്തിനൊരു സാഹചര്യം അല്ല അവിടെ ഉള്ളതെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് ഏക സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നത് നമ്മുടെ ഡാമിന്റെ, അതായത് ഡാമിന്റെ ഒരു 50 അടി ഉയരത്തിൽ നിന്ന്, തറനിരപ്പിൽ നിന്ന് 50 അടി ഉയരത്തിൽ നിന്ന് ഒരു ടണൽ കുഴിക്കുക തമിഴ്നാട്ടിലേക്ക്. വലിയ ടണൽ തന്നെ ആയിക്കോട്ടെ, ഒരുപാട് ജലം അവർ എടുത്തോളട്ടെ, നമ്മൾക്ക് അതിൽ സന്തോഷമുള്ളൂ. അവർ ആ ജലം കൊണ്ടുപോകട്ടെ, അവരുടെ കൃഷികൾ കാര്യങ്ങൾ നടക്കട്ടെ, അവരുടെ വ്യവസായങ്ങൾ നടക്കട്ടെ, എല്ലാം നടക്കട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ, എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ടണൽ കൊണ്ടുപോകുന്ന വഴി ഒരുപാട് വെള്ളം അവർക്ക് കൊണ്ടുപോവുകയും നമ്മൾക്ക് ആ ഒരു വെള്ളത്തിന്റെ ലെവൽ താഴ്ത്തി ഡീകമ്മീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സുഖമായിട്ട് സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യാം. അപ്പം ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ പോലും അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അതിനെ നമുക്ക് പരിരക്ഷിക്കാനും പറ്റും. അപ്പോൾ അതാണ് ഒരു സൊല്യൂഷനായിട്ട് ഇപ്പം കണ്ട് മുന്നിൽ നിൽക്കുന്നത് എല്ലാവരും. ഇപ്പം ഈ ശ്രീധരൻ സാറ് പോലും അതിനെയാണ് സപ്പോർട്ട് ചെയ്ത് അതിനെയാണ് പറഞ്ഞത്. അത് 18 മാസം പോലും വേണ്ടി വരില്ല, 18 മാസത്തേക്കുള്ള ഒരു പരിപാടിയാണ്. 18 മാസം കൊണ്ട് അത് ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. മിഷനറി കാര്യങ്ങൾക്ക് ഒന്നുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. അത് വന്ന് അസംബിൾ ചെയ്തിട്ട് അത് ഡ്രിൽ ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ 18 മാസത്തെ ആ ഒരു കഷ്ടപ്പാടും കാത്തിരിപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി തുടങ്ങും, നമുക്ക് സേഫ്റ്റി ആയി തുടങ്ങും. അതേസമയം നമ്മൾ 8 വർഷത്തേക്ക് വേണ്ടി കാത്തിരുന്നതിന് ഇനിയും ഒരു മഴക്കാലത്തെയും ഇനിയും ഒരു അടുത്തൊരു സീസണെയും നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കണം ഈ കാര്യത്തിൽ, നിങ്ങളൊക്കെ പ്രതികരിക്കണം എന്നുള്ളതാണ്. കമൻറ്റുകൾ ശരിക്കും പറഞ്ഞത്, കാരണം നിങ്ങളുടെ പ്രതികരണങ്ങൾ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. അത് ഒരുപാട് യുവജനതകൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് പോലും അറിയത്തില്ല. അവരിലേക്ക് എത്തണം. കാര്യം നിങ്ങളത് പറയുമ്പോൾ, അല്ല നിങ്ങളുടെ അവസ്ഥകൾ പറയുമ്പോൾ അത് അവരിലേക്ക് എത്തും എന്നുള്ളത് ഷുവറാണ്. അപ്പം നിങ്ങൾ ആ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയാൽ മാത്രമേ അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ അവരിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഒരു മെസ്സേജ് ആയിരിക്കും അവർ വായിച്ചിട്ട് ഇങ്ങനൊരു സംഭവമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വിഷയം ഇനിയും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ കണ്ടതുകൊണ്ട്, ഭയമുള്ളതുകൊണ്ടും, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടും ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.